രണ്ടാഴ്ച മുമ്പ് CITU നേതൃത്വത്തിൽ ഞങ്ങൾ സമരം നടത്തിയിരുന്നു. ആശാ വർക്കേഴ്സിൻ്റെ മേൽ വലിയ ഭാരം വരുന്നു. അത് NHM ഡയറക്ടർ ഇടപെട്ട് ശരിയാണെന്ന് കണ്ട് അത് കുറച്ചു കൊടുക്കാമെന്ന് സമ്മതിച്ചു. ഇങ്ങനെയെല്ലാമാണ് ഈ സംഗതി. അപ്പോൾ ദേശീയ തലത്തിൽ NHM എംപ്ലോയീസ് ഫെഡറേഷൻ, അംഗനവാടി വർക്കേഴ്സ് ഫെഡറേഷൻ, ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ ഇവരെല്ലാം ചേർന്നിട്ട് ശക്തമായ സമരം ഡൽഹിയിൽ നടത്താൻ ആലോചിച്ചു വരികയാണ്. നിരവധി സമരം നടത്തിയിട്ട് വീണ്ടും സമരമല്ലാതെ വേറെ മാർഗ്ഗമില്ല. കോടതി വഴി പോയിട്ടൊന്നും ഒരു രക്ഷയും കിട്ടുന്നില്ല. ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ പരിഗണിക്കുന്നത് പോലെ ഈ വിഭാഗത്തെ മറ്റാരും പരിഗണിക്കുന്നുമില്ല. ഇതാണ് ഒരു സാഹചര്യം. പിന്നെ ഈ NHMൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവർ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. സാധാരണ ഞങ്ങളൊരു സമരം ചെയ്യുമ്പോൾ ആരോഗ്യ മേഖലയിൽ വളരെ കരുതലോടെയാണ് സമരം ചെയ്യുക. ആരോഗ്യ മേഖല എന്നാൽ മനുഷ്യൻ്റെ ജീവനവും ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ്. പൊതുപണിമുടക്കം വരുമ്പോൾ പോലും ആശുപത്രികൾ, പത്രങ്ങൾ, പാൽ വിതരണം ഇതിനെ ഒഴിവാക്കിയിട്ടാണ് ദേശീയ പണിമുടക്കവും സംസ്ഥാന പണിമുടക്കവും ഒക്കെ പ്രഖ്യാപിക്കുക. അപ്പോൾ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനം സ്തംഭിപ്പിക്കുന്ന ഒരു സമരത്തിലേക്ക് ഒരിക്കലും ട്രേഡ് യൂണിയനുകൾ പോകാറില്ല. ഈ സമരം ചെയ്യുന്ന ആളുകൾക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. അവർക്കത് അറിയുമെന്ന് തന്നെ എനിക്കറിയില്ല. അവരെന്തോ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി ആരോഗ്യ മേഖലയിലെ കണക്കെടുപ്പുകൾ, സർവേകൾ, ഇപ്പോൾ പുതുതായി കുഷ്ഠരോഗികളുടെ ഒരു സർവേ കേരളത്തിലാകെ നടത്തുന്നുണ്ട്. ജീവിതശൈലി രോഗങ്ങളെ സംബന്ധിച്ച് ഇതെല്ലാം കേന്ദ്രം ആവിഷ്കരിക്കുന്ന പദ്ധതിയാണ്. അതിനുള്ള ഇൻസെൻറ്റീവ് അവർ കൊടുക്കുന്നത്. ഇതെല്ലാം യഥാസമയം നമ്മൾ എടുത്തു കൊടുക്കുന്നില്ലെങ്കിൽ ആ രോഗനിർമ്മാർജ്ജനത്തിന് കേന്ദ്ര ഫണ്ട് നൽകുന്നത് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇത്തരം ജോലികൾ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെച്ച് ഇവർ പോകുന്നത് ഒരു ശരിയായ രീതിയല്ല. ഒരു ദിവസമോ 2 ദിവസമൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ന്യായീകരിക്കാം, സഹിക്കാം. അപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ അവരോട് ജോലിക്ക് കാരണം എന്ന് പറഞ്ഞത് സമരം പൊളിക്കാനല്ല, ഇത്തരം ആരോഗ്യ മേഖലയിലെ മനുഷ്യൻ്റെ ജീവനുമായി ബന്ധപ്പെട്ട ആരോഗ്യവുമായി ബന്ധപ്പെട്ട മേഖലയിലാകുമ്പോൾ ഒരു കരുതൽ വേണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. മറ്റൊരു തരവും ഞങ്ങളാരോടും ആലോചിച്ചിട്ടില്ല, ട്രേഡ് യൂണിയനുകൾ ആലോചിച്ചിട്ടില്ല. ഞങ്ങൾ കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ ഗവൺമെൻറ്റിനോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാ ട്രേഡ് യൂണിയനും ഒരു മീറ്റിംഗ് വിളിക്കണം, ഈ പ്രശ്നത്തിൽ ഒരു ചർച്ച നടത്തിയിട്ട് ഈ മേഖലയിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്ന നിലയിൽ പറഞ്ഞിട്ടുണ്ട്. INTUC, AITUC, STU, CITU ഞങ്ങളെല്ലാം ഈ കാര്യത്തെക്കുറിച്ച് അനൗപചാരികമായി ആലോചിച്ചിരുന്നു. അപ്പോൾ ആലോചിച്ചപ്പോൾ നമുക്ക് ഗവൺമെൻറ്റുമായി സംസാരിക്കാനുള്ളത് ഗവൺമെൻറ്റുമായി സംസാരിക്കാം എന്നൊരു ധാരണയിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഞങ്ങൾ ഈ സമരത്തിൻ്റെ സ്വഭാവത്തെ എക്സ്പോസ് ചെയ്യുന്നത് അവിടെ സമരം ചെയ്യുന്ന തൊഴിലാളികളെ ഏതെങ്കിലും തരത്തിൽ തള്ളി പറയാനോ അവർക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടുന്ന തടയാനോ അല്ല. ഇങ്ങനെയല്ല സമരം ചെയ്യേണ്ടത് എന്നവരെ ബോധ്യപ്പെടുത്താനാണ്. അവർക്ക് യോജിച്ച് നിന്ന് സമരം ചെയ്യാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ കേരളത്തിൽ 23 ട്രേഡ് യൂണിയനുകളുടെ ഏകോപന സമിതിയുള്ളത്. ആ ഏകോപന സമിതിയിൽ വരുന്ന ഒരു കക്ഷിയാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നവർ. ഞങ്ങൾ ഒരാളോട് പോലും ഈ കാര്യം സംസാരിച്ചില്ല. ഇങ്ങനൊരു സമരത്തിന് ഞങ്ങൾ പോകുന്നുണ്ട്, നമുക്ക് കൂട്ടായി ചെയ്തൂടെ. ഒറ്റയ്ക്ക് എന്ത് നേടാനാണ് ഇവിടെ? 27,000-ഓളം ആശാ വർക്കർമാരിൽ ഏതാനും പേരാണ് ഈ സമരത്തിൽ വന്നിട്ടുള്ളത്. അവരെല്ലാം അവരുടെ സംഘടനാ പ്രവർത്തകരൊന്നുമല്ല. ഈ ജീവിത പ്രയാസം കൊണ്ട് ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും ആനുകൂല്യം കിട്ടിയാൽ തരക്കേടില്ല എന്ന് ആർക്കാ തോന്നാത്തത്? അങ്ങനെയൊക്കെ കുറച്ച് ആളുകൾ പോയിട്ടുണ്ടാവാം. അത്തരം ഒരു വിഭാഗീയ സമരം കൊണ്ട് ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ല. ഇതാണ് ഞങ്ങൾ എക്സ്പോസ് ചെയ്തത്. അല്ലാതെ അവരെ തള്ളി പറയാനോ അവരെ മോശക്കാരാക്കാനോ ഒരു ഉദ്ദേശവും ഞങ്ങൾക്കാർക്കുമില്ല. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഈ ഇടുക്കിയിൽ സംഭവിച്ച അതാണ്. മൂന്നാറിൽ AITUC ആയിരുന്നു ഒരു കാലത്ത് ഏറ്റവും പ്രമുഖ സംഘടന. പിന്നെ INTUC, CITU 3-ാം സ്ഥാനത്തായിരുന്നു. ഞങ്ങളെല്ലാം നിരവധി സമരങ്ങൾ നടത്തിയാണ് ടാറ്റ കമ്പനിയോട് തൊഴിലാളികളുടെ മിനിമം വേജസ്, ആനുകൂല്യങ്ങൾ ഇതൊക്കെ നേടിയെടുത്ത്. ഇതൊക്കെ പറഞ്ഞാലും ആ തൊഴിലാളികളുടെ ജീവിതം ഇപ്പോഴും കഷ്ടമാണ്. അവരുടെ താമസ സ്ഥലം, ലയങ്ങൾ, അതിൻ്റെ ദുരന്താവസ്ഥ ഇതൊക്കെയുണ്ട്. ഇതൊന്നും കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയുന്ന അന്തരീക്ഷത്തിലല്ല കേരളത്തിലെ പ്ലാന്റേഷൻ ഇപ്പോൾ ഉള്ളെന്നുള്ളൊരു പ്രതിസന്ധിയുണ്ട്. പിന്നെ ASEAN കരാർ വന്നതിന് ശേഷം തോട്ടം ഉൽപ്പന്നങ്ങളൊക്കെ ഇറക്കുമതി വന്നപ്പോൾ നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ വില കുറഞ്ഞു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം നമുക്കും പരിഹരിക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഖാദി വർക്കേഴ്സ് ഉണ്ട്, 330 ഉറുപ്പികയാണ് അവരുടെ മിനിമം കൂലി. എന്ത് ചെയ്യാൻ പറ്റും? കയർ സൊസൈറ്റികൾക്ക് ഗവൺമെൻറ് പ്രഖ്യാപിച്ച മിനിമം കൂലി കൊടുക്കാൻ വരുമാനം കിട്ടുന്നില്ല. മിനിമം കൂലിയിൽ കുറവ് കൊടുത്താൽ ബാക്കി തുക സർക്കാർ കൊടുക്കുക. ഇൻകം സപ്പോർട്ട് സ്കീം എന്ന് പറയുന്ന ഒരു പദ്ധതി 2006 LDF ഗവൺമെൻറ് ആവിഷ്കരിച്ചതാണ്. അതിന് പണം ഗവൺമെൻറ് കൊടുക്കുക, ട്രഷറിയിൽ നിന്ന് കൊടുക്കുക. വളരെ തുച്ഛമായ വേതനമാണ്. അതുപോലുള്ള നിരവധി തൊഴിലാളികളുണ്ട്. ഈ തൊഴിലാളികൾക്ക് മുഴുവൻ ജീവിക്കാൻ ആവശ്യമായ വരുമാനം നൽകാൻ ആഗ്രഹമുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ ഗവൺമെൻറ് വിചാരിച്ചാൽ മാത്രം പരിഹരിക്കാൻ കഴിയുന്നതല്ല ഈ വിഷയങ്ങളെന്നതാണ് പ്രശ്നം.
പിന്നെ ചില വെൽഫെയർ പദ്ധതികൾ കൊണ്ടുവരികയോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഉത്സവ ബത്ത നൽകുകയോ ഒക്കെ ചെയ്തുകൊണ്ട് പരമാവധി ആശ്വാസം നൽകുക എന്ന നിലയിലാണ് ഗവൺമെൻറ് ആലോചിക്കുന്നത്. ഇതിലെല്ലാം വളരെ ഗൗരവമായി ട്രേഡ് യൂണിയനുകൾ ഇടപെടുന്നുണ്ട്. ഇത് പൊമ്പളൈ ഒരുമൈ സമരം സംഘടിപ്പിച്ച മാതൃകയിൽ അവിടെ ഒരു സംഘം ആളുകൾ ഇവരെ തെറ്റിദ്ധരിപ്പിച്ച് തമിഴ് വംശജരായ ആളുകളുടെ ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കി അങ്ങനെയാണ് അവിടെ ഒരു സമരത്തിലേക്ക് വന്നത്. സമരം വന്നപ്പോൾ വലിയ മീഡിയ അറ്റൻഷൻ കിട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ആവേശത്തോടു കൂടി അങ്ങനെ നിന്നു. അന്ന് UDF ഗവൺമെൻറ്റാണ്. UDF ഗവൺമെൻറ്റായിട്ട് പോലും ഞങ്ങളാരും ആ സമരത്തിന് പിന്നാലെ പോയില്ല. UDFനെതിരായൊരു സമരം നടക്കട്ടെ. ഞാനും ചന്ദ്രശേഖരനുമൊക്കെ ഇടപെട്ടാണ് അന്ന് ഷിബു ബേബി ജോണുമായി സംസാരിച്ച് ആ പ്രശ്നത്തിലൊരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ മുൻകൈയെടുത്തത്. അതുപോലെ ഇതും ഏതോ ഒരു ഈർക്കിൾ സംഘടന, അവർക്ക് ഒറ്റയ്ക്ക് അവരുടെ സംഘടനാ ശക്തി കൊണ്ടൊന്നല്ല ഇത് സംഭവിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ആരോ ഉണ്ടാവാം. പിന്നെ നല്ല മീഡിയ അറ്റൻഷൻ കിട്ടിയപ്പോൾ അവർക്കൊരു ഹരമായി. പിന്നെ മഹിളാ കോൺഗ്രസ് വന്ന് മന്ത്രിയുടെ ആഫീസ് വീട്ടിലേക്ക് തള്ളിക്കയറുന്നു, എല്ലാ ദിവസവും വാർത്ത വരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റി എന്നുള്ളൊരു ആവേശത്തിലായിരിക്കാം അവർ കണ്ടിന്യൂ ചെയ്യുന്നത്. അതല്ലാതെ തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കാൻ ഈ വിധത്തിലല്ല. ഈ പ്രശ്നപരിഹാരത്തിന് വിളിച്ച യോഗത്തിൽ ഇവരെയും വിളിച്ചിട്ടുണ്ടോ? ഇല്ല, വിളിച്ചിട്ടില്ല. ഞങ്ങൾ പറഞ്ഞതാണ് ആലോചിക്കണം എന്ന് പറഞ്ഞു. കേന്ദ്ര ട്രേഡ് യൂണിയനുകളെ ഒന്ന് വിളിക്കുന്നത് നല്ലതാണ് എന്ന് മന്ത്രിയോട് പറഞ്ഞു. അല്ല, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് തന്നെ. ഈ സ്ഥിതി കേരളത്തിലാണല്ലോ ഈ സമരം നടക്കുന്നത്. ആ സാഹചര്യത്തിൽ സമരം ചെയ്യുന്നത് ഒരു അൺറെക്കഗ്നൈസ്ഡ് യൂണിയൻ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ചെറിയ സംഘടനയാണെങ്കിലും ഈ പ്രശ്നങ്ങളെക്കുറിച്ച് ദേശീയ ട്രേഡ് യൂണിയനുകളുമായ ഒരു ആശയവിനിമയം, ഗവൺമെൻറ് എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമല്ലോ. അങ്ങനൊരു യോഗമാവാം എന്ന് ഞങ്ങളൊരു അഭിപ്രായം ഗവൺമെൻറ്റിനോട് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും. അല്ലാതെ അനിശ്ചിതമായിട്ട് അവരങ്ങനെ ഇരുന്ന് പോകണമെന്ന് നമുക്ക് അഭിപ്രായമില്ല. പാവപ്പെട്ട തൊഴിലാളികളല്ലേ ഇരിക്കുന്നത്. അവരുടെ ജീവിത പ്രയാസത്തിൽ നിന്നുണ്ടാകുന്നതാവാം അവരുടെ വികാരം. പക്ഷേ ഇത് ഈ വഴിയിലൂടെ തിരിച്ച് വിട്ടത് ശരിയായില്ല.